നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്ന വിഷയം പിത്താശയത്തിലെ കല്ല് എന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുവാനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ അഭിഷേക് രാജനാണ് ചേരുന്നത്. ഡോക്ടർ സ്വാഗതം. എന്താണ് ഈ ശരിക്കും വളരെ സാധാരണയായി നമ്മളിപ്പോൾ ഒരു 100-ൽ ഒരു 80 പേർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ പിത്താശയത്തിലെ കല്ല് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്? എങ്ങനെയാണ് ഈ കല്ല് രൂപപ്പെടുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഈവൻ റീജൻ ബേസ്ഡ്, കൺട്രി ബേസ്ഡ്, ഈവൻ എത്നിക് ബേസ്ഡ്, റേസ് ബേസ്ഡ്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ കോമൺലി നമ്മളിപ്പോൾ MBBS പഠനകാലത്ത് മുതലേ നമ്മൾ എല്ലാ സാറുമാരൊക്കെ പറഞ്ഞു വരുന്നത് ഫാറ്റ് 40 ഫീമെയിൽ, അതിൽ തന്നെ ഒരു മോസ്റ്റ് ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് അതിലേക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഫീമെയിൽ പ്രിഡോമിനൻസ് ആണ് കൂടുതൽ ഈ ഡിസീസിന് കാണുന്നത്. ആ ഏജിൽ തന്നെ അറിയാം, ഒരു മിഡിൽ ഏജ്ഡ് ഫീമെയിൽ, പിന്നെ കുറച്ച് ഫാറ്റി പ്രകൃതമുള്ള ആൾക്കാർക്ക്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫിനോമിനൻ. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ വേറെയും പല അസുഖങ്ങളൊക്കെ പുതിയ ഇമേർജിങ് ട്രെൻഡൊക്കെ ആകുന്ന സ്ഥിതിയിൽ നമ്മൾ ഏർലി ഡയഗ്നോസിസ് ഭയങ്കര പെട്ടെന്നാണ്. കാരണം നമ്മൾ പല കാരണങ്ങളിലും ആൾക്കാർ പെട്ടെന്ന് അൾട്രാസൗണ്ടൊക്കെ എടുക്കും, പിത്തസഞ്ചിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞു വരും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് സിംറ്റമാറ്റിക് ആയിരിക്കും. ഇതിന് യാതൊന്നും ചെയ്യേണ്ടിയും വരില്ല, ഇതിൻ്റെ കാരണം സിംറ്റംസും ഉണ്ടാവില്ല. ഇത് എന്തെങ്കിലും കാരണവശാൽ അൾട്രാസൗണ്ട് ചെയ്യാൻ ആരോ പറഞ്ഞു, അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടാണ് ആൾക്കാർ വരാറ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെരി കോമൺ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസും. ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നതും വളരെ കോമൺ സിനാരിയോ ആണ്. ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മളിത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, എങ്ങനെയാണ് നമ്മളിത് കൂടുതലും എന്ത് ലക്ഷണങ്ങൾ കൊണ്ടാണ് രോഗികൾ വരുന്നത്? കാരണം വേദന ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ ഇതെങ്ങനെയാണ് ഈ വേദന തിരിച്ചറിയാം? വയറുവേദനയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഇത് കാരണമുള്ള ടിപ്പിക്കൽ സിംറ്റം. അപ്പോൾ വയറുവേദന എന്ന് പറയുമ്പോൾ ഇത് ഗോൾ ബ്ലാഡറിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ അണ്ടർ സർഫസിലായിട്ട് വരും. ലിവറിൻ്റെ ഒരു പ്രത്യേക റൈറ്റ് സൈഡിലേക്കായിട്ട് വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ തന്നെയായിരിക്കും ടിപ്പിക്കൽ പെയിൻ. ഇതിൻ്റെ ഈ നെർവസ് ഇന്നവേഷന് കുറച്ച് ഷോൾഡറും നമ്മുടെ ബാക്കുമായിട്ട് ഉള്ള ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഗോൾ ബ്ലാഡർ പെയിൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വയറിൻ്റെ ഈ വാരിയലിന് തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ കൊളുത്തി പിടിക്കുന്ന പോലത്തെ ഒരു പെയിൻ, അതും കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു ½ an hour to 1 hour വരെ ആ പെയിൻ നിലനിർത്തിയേക്കാം. പിന്നെ അതേപോലെ തന്നെ അതേ സമയത്ത് തോളത്തും ഒരു പിൻഭാഗത്തൊക്കെ ഒരു ചെറിയ ഡിസ്കംഫേർട്ടൊക്കെ അതേപോലെ. ഇതാണ് ഒരു ടിപ്പിക്കൽ ഗോൾ ബ്ലാഡർ പെയിൻ. അത് ഈ സിവിയർ ആണെങ്കിൽ നമുക്ക് ആശുപത്രി ചെന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ മാറുള്ളൂ എന്നുള്ള അവസ്ഥയായിരിക്കും. മൈൽഡ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വിത്തിൻ ½ an hour to 1 hour അത് സെറ്റിലാവും. മോസ്റ്റ് കോമൺലി നമ്മൾ പറയും ഭക്ഷണത്തിന് ശേഷം, അതും ഒരു ഫാറ്റി മീൽ എന്ന് വെച്ചാൽ ഫാറ്റ് കൂടുതൽ കണ്ടൻറ്റ് ഉള്ള മീൽസാണ് ഗോൾ ബ്ലാഡറിനെ അമരാനായിട്ട് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന പെയിനൊക്കെ കുറച്ചും കൂടെ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഫാറ്റി ഫുഡ് ആണോ ഇതിന് കാരണമാകുന്നത്? കൂടുതൽ എങ്ങനെയാണ് കല്ലുണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. നമുക്ക് ഒരു പെക്യുലർ റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. യൂഷ്വലി ഈ പറഞ്ഞ പോലെ ഉണ്ടാവുകയാണെങ്കിൽ ഡയറ്റ് ഫാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റ് നേരെ ലിവറിൽ പോയിട്ട് അത് കൊളസ്ട്രോൾ ഉണ്ടാവും. എന്നിട്ടത് ബൈലെന്ന് പറയുന്നത് നമ്മുടെ ഈ പിത്തരസത്തിലേക്ക് അതിനെ സെക്രീറ്റ് ചെയ്യാറാണ് പതിവ്. അതിൻ്റെ ഇടയിൽ ഈ പിത്തം കുടലിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ടാങ്ക് എന്നുള്ള ഒരു റിസർവോയർ ഫംഗ്ഷൻ മാത്രമാണ് ഈ പിത്തസഞ്ചിക്കുള്ളത്. അപ്പോൾ അവിടെ കിടന്ന് അതിന് കുറച്ചിങ്ങനെ കെട്ടിക്കിടന്നിട്ട് ചിലപ്പോൾ അതിലിങ്ങനെ ഒരു സ്റ്റോൺ ഫോർമേഷൻ ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ പോലെ തന്നെ ഈ ബൈലിലുള്ള പല കണ്ടൻസ് ഉണ്ട് ഈ ബൈലിൽ. അത് ഇതിനെ സോല്യൂബിൾ ആയിട്ടുള്ള ഫോമിൽ വരുത്താൻ ശേഷിയുള്ളതാണ് നമ്മുടെ നോർമൽ കപ്പാസിറ്റി. കാരണം ഒരു ഡിറ്റർജൻറ്റ് ആക്ഷനാണ് ഈ ബൈൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ചില സമയത്ത് ഫാറ്റിൻ്റെ ഈ കൊളസ്ട്രോളിൻ്റെ അംശം കൂടും. അതിനും ആ റേഷ്യോന് ഒരു തകരാറ് വരുമ്പോൾ സ്റ്റോൺസ് വരും. ഇപ്പോൾ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ് വേൾഡ് വൈഡ് മോസ്റ്റ് കോമൺ. കൊളസ്ട്രോൾ ആണ് കൂടുതൽ, എന്ന് വെച്ചാൽ 80% സ്റ്റോണിലെ കണ്ടൻറ്റ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴാണ് കൊളസ്ട്രോൾ സ്റ്റോൺ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോമൺ. പക്ഷേ നമ്മുടെ പരിസരത്തിലൊക്കെ നമ്മുടെ അതിലൊരു പിഗ്മെൻറ്റ് സ്റ്റോൺസ് ആണ് കുറച്ചും കൂടെ, ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് നമ്മുടെ കയ്യിൽ കൂടുതൽ. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. മലപ്പുറം മമ്പാട് നിന്ന് സലാഹുദ്ദീൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സലാഹുദ്ദീൻ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പിത്താശയത്തിലെ കല്ല് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു സാധാരണയായിട്ട് കാണുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അതെ. അപ്പം ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിന് തന്നെ അടുത്തുണ്ടായി. അത് ഇവിടെ ഹോസ്പിറ്റലൈസ് ഒക്കെ ചെയ്തിട്ടുള്ളതാകുക. അപ്പൊ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാണ്, എന്താണ് വരിക അതിന്? അത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിംറ്റം എന്ന് പറയുന്നത് വയറുവേദന തന്നെയാണ്.
നമ്മുടെ വലത് ഭാഗത്ത് വയറിൻ്റെ വാരിയലിന് തൊട്ട് താഴെയായിട്ട് നല്ല കൊളുത്തി പിടിക്കുന്ന നല്ല സിവിയർ ആയിട്ടുള്ള പെയിനാണ് സാധാരണ വരിക. ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം ഒരു 1/2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ടിപ്പിക്കൽ പെയിൻ. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ പെയിനാണ്. ഇതിന് പല വേരിയേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ ആൾക്കാർ മിക്കവരും എന്നോട് പറയുമ്പോൾ ഭക്ഷണമായിട്ട് യാതൊരു റിലേഷനും ഇല്ല എന്നാണ് മിക്കപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നോർമൽ ക്ലാസിക്കൽ ആയിട്ട് വരാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1/2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു പെയിനാണ്. ഇത് മാത്രമല്ല, ചിലപ്പോൾ വേദന ഇല്ലാണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. വേദന ഇല്ലാണ്ട് ഈ പിത്തസഞ്ചിയിലുള്ള കല്ല് താഴത്തേക്ക് ഇറങ്ങി മഞ്ഞപ്പിത്തം പോലെ വരാം. അത് കാരണം പനി വരാം. അത് കാരണം പിത്തത്തിൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊന്നും അറിയാണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ലിവറിൽ പഴുപ്പ് ഉണ്ടായിട്ട് വരാം. പാൻക്രിയാസിൽ നീര്, ഇങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ അസുഖത്തിന്. അതിലേതായിട്ടും പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് നമ്മൾ വയറിലെ വേദന, ഈ ഇപ്പം പറഞ്ഞ പോലെ അതായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്. ചില ആൾക്കാർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല, വെറുതെ പിത്തസഞ്ചിയിൽ കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവർക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. പക്ഷേ വേദന വരുന്ന ആൾക്കാർക്ക് ഭാവിയിൽ അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ ഒരു 80% സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് പറയാറ്. വളരെ നന്ദി സലാഹുദ്ദീൻ വിളിച്ചതിന്. നമുക്ക് പെരുമ്പാവൂരിൽ നിന്നൊരു കോളർ കൂടിയുണ്ട്, ഗീത ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഗീത, പറഞ്ഞോളൂ. പാലിലിന്റെ ഇടത് വശത്ത് തൊട്ട് താഴെയായിട്ട് നന്നായിട്ട് വേദനയുണ്ട്. 2-3 മാസം കൊണ്ട്. കേട്ടില്ല, ഒന്നുകൂടെ പറയാൻ പറ്റുമോ? എനിക്ക് വാരിയലിന്റെ താഴെ ഇടതുവശത്താണ് ഇടതുവശത്ത് നല്ല സൂചിക്ക് കിട്ടുന്ന ചില സമയത്ത് വേദന ഉണ്ട്. പോയിന്റ് തന്നെ വേദന നിൽക്കുവാണ്. അത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇടതുവശത്ത് വരുന്ന പെയിന് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡയഗ്നോസിസ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പിത്തസഞ്ചിനെ കുറിച്ച് ചിന്തിക്കില്ല. അൺലെസ് വളരെ റെയർ ആയിട്ട് ചില ആൾക്കാർക്ക് ബോഡീൻ്റെ ഈ കംപ്ലീറ്റ്ലി മിറർ ഇമേജ് ആവാം, നമ്മുടെ ലിവറൊക്കെ റൈറ്റ് സൈഡ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡ് ആവാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനെ. പക്ഷേ ഇല്ലെങ്കിൽ ഇത് പിത്തസഞ്ചി ആയിട്ടുള്ള ചാൻസ്, അതിൻ്റെ റീസൺ ആവാനുള്ള വേദനയ്ക്കുള്ള ചാൻസ് വളരെ കുറവാണ്. വേറെ എന്തെങ്കിലും ആയിരിക്കും റീസൺ. ഇപ്പോൾ ആ ഭാഗത്തേക്ക് വരാൻ പറ്റാവുന്ന അവയവങ്ങൾ എന്ന് പറയുന്ന ആമാശയം, പാൻക്രിയാസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള അവയവം, ഇല്ലെങ്കിൽ വൻകുടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഇതൊക്കെയാണ് ആ പോർഷനിലേക്ക് കൂടുതൽ വരിക. അപ്പോൾ അത് കാരണമുള്ള പെയിൻ ആയിരിക്കും കൂടുതൽ. പിത്തസഞ്ചി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. സൂചി കുത്തണ പോലത്തെ വേദന എന്നൊക്കെ ഉള്ളത് പിത്തസഞ്ചിയിലെ കല്ലുകളായിട്ടുള്ള വേദനയാവാനുള്ള സാധ്യതയും വളരെ കുറവ്. വളരെ നന്ദി. നമുക്കൊരു പ്രകാശൻ എന്ന് പറഞ്ഞൊരു കോളർ കൂടിയുണ്ട് വടകരയിൽ നിന്ന്. പ്രകാശൻ ഡോക്ടറോട് ചോദിച്ചോളൂ. പ്രകാശൻ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഹലോ ഡോക്ടർ. ഹലോ പ്രകാശൻ. ഹലോ, എനിക്കുള്ള കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഹലോ ഹലോ പറഞ്ഞോളൂ പ്രകാശൻ. ഡോക്ടർ, എനിക്ക് ഇപ്പോൾ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഈ നവംബർ മാസം മുതൽ ഈ ചൂട് വരുന്ന സമയത്തെ എല്ലാ സമയവും മറ്റേ മൂത്രസഞ്ചിയിൽ കല്ലിറങ്ങിയ കല്ല് ബ്ലോക്ക് ചെയ്ത് ഏത് സമയം നോക്കിയാൽ ഞാൻ ഇങ്ങനെ വേദന കൊണ്ടിങ്ങനെ പെടയ എല്ലാ സമയത്തും. അല്ല, ഇത് എന്തിന്റെ വേദനയാന്ന് പറഞ്ഞേ? എന്ത് കല്ലാണ്? സ്റ്റോൺ തന്നെ. അല്ല, സ്റ്റോൺ എന്തിന്റെ, എവിടുത്തെ സ്റ്റോണാന്ന് പറയുന്നത്? സ്റ്റോൺ മൂത്ര ഇവിടെ ഉണ്ട്, മറ്റേ മൂത്രസഞ്ചിയിലുണ്ട്. സ്കാൻ ചെയ്ത് നോക്കുമ്പോ നമ്മള് അത് ഇപ്പൊ വെള്ളം ചൂടുകാലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. പ്രകാശന്റെ സംശയം തെറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ചാണ്. മൂത്രസഞ്ചിയിലെ കല്ലിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ അല്ലായിരുന്നു നമ്മുടെ. ആ വിഷയമല്ല, നമ്മൾ പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഡോക്ടർ, ശരിക്കും ഈ കല്ലുണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഗോൾ ബ്ലാഡറിൽ വീക്കം വരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അല്ല, വീക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ അവർക്ക് ഈസിലി എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാനായിട്ടുള്ളതൊരു ടേം മാത്രമാണ്. വീക്കം എന്ന് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി പിത്തസഞ്ചിയിലുള്ള കല്ലിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കാരണം പിത്തസഞ്ചിൻ്റെ ഉള്ളിൽ പഴുപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പിത്തസഞ്ചിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ടാങ്ക്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വരെ പിത്തത്തിന് അതിൽ സ്റ്റോർ ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടലിലേക്ക് പിത്തം താഴത്തേക്ക് വരണം. അപ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് പിത്തം താഴത്തേക്ക് വരുന്നു. ഈ കല്ല് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വഴിയിൽ എവിടെയെങ്കിലും ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അത് പോയിട്ട് ആ വഴി ബ്ലോക്കാക്കും. അപ്പോൾ പിത്തം താഴത്തേക്ക് വരാനുള്ള ഒരു വഴി ഇല്ലാണ്ടാവും. അപ്പോൾ അതവിടെ കളക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ സ്റ്റോണിലൊക്കെ അതിലൊക്കെ ഒരു ബാക്ടീരിയൻ്റെ ഒരു ഫോക്കസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുന്നതിനാണ് നമ്മൾ ഈ നീര് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവില്ല, അതിന് പഴുപ്പ് എന്ന് പറയാനുള്ള
ഫേസ് ആയിട്ടുണ്ടാവില്ല, പക്ഷേ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ പിത്തസഞ്ചിയിൽ നീര് വെക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നൊരു കോളറുണ്ട്, ശിവപ്രസാദ്. ശിവപ്രസാദ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് നടുവിന് ഭയങ്കരമായ വേദനയാണ്. നടുവേദന മാത്രമാണോ അല്ല ഇതിന് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചതുപോലെ എന്തെങ്കിലും സിംറ്റം കൂടെ ഉണ്ടോ? വേറെ ഇതില്ല, നടുവിന് ഈ ശരീരത്തൊക്കെ ഈ കൊഴുപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സ്കിന്നിന്റെ താഴെ ഇങ്ങനെ ഉണ്ടയുണ്ടായിട്ട് കൊഴുപ്പുകൾ കെട്ടിക്കിടക്കുന്നു, അതാണോ കൊഴുപ്പ് ഉദ്ദേശിക്കുന്നത്? അല്ല സാധാരണ പോലെ തടി മാത്രം? അല്ല, ഈ ശരീരഭാഗത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൊഴുപ്പ് അടിഞ്ഞ്. അല്ല, പക്ഷേ ഈ വയറുവേദന അങ്ങനെയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വയറുവേദനയായിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നടുവേദനയായി എവിടെയെങ്കിലും പോയപ്പോൾ ആരെങ്കിലും അൾട്രാസൗണ്ട് ചെയ്ത് പിത്തസഞ്ചിയിൽ കല്ലുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അല്ലാതെ കല്ലിന്റെ അസുഖം ഉണ്ടായിരുന്നു. മൂത്രക്കല്ലാണോ പറയുന്നത്? കല്ലോ. ഇതിൽ പേര് പറഞ്ഞു ശിവപ്രസാദ്. ശിവപ്രസാദിന്റെ സിംറ്റം വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും പിത്തസഞ്ചി റിലേറ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നില്ല. ബാക്ക് പെയിൻ ചിലപ്പോൾ ഈ മസ്കുലോ സ്കെലറ്റൽ പെയിൻ ആയിരിക്കും. ഒരു ഓർത്തോപെഡീഷ്യനെ കാണിച്ചിട്ട് അതിനുള്ളൊരു ഒപ്പീനിയൻ എടുക്കുകയായിരിക്കും നല്ലത്. ശരീരത്തിൽ ഈ കൊഴുപ്പ് ഇപ്പോൾ ഈ പറയുന്നത് ഞാൻ കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലാക്കുന്നത് ലൈപ്പോമ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ചെറിയ മുഴകൾ ശരീരത്തിന് സ്കിന്നിന് തൊട്ട് താഴെ നമ്മുടെ എവിടെയെങ്കിലും കൊഴുപ്പുണ്ടോ അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയും വരില്ല. അതിന് പെയിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതിനൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഓക്കെ ഡോക്ടർ, ഈ ഗർഭിണികൾക്ക് പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യതയുണ്ടോ? അത് നമ്മൾ ഈ സ്ത്രീകളിൽ മോർ കോമൺ എന്ന് പറയാൻ കാരണം തന്നെ സ്ത്രീകളുടെ ഹോർമോണൽ ഈ വ്യത്യാസങ്ങൾ, ഈസ്ട്രജൻ, ഇതിനൊരു ടെൻഡൻസി ഉണ്ട് ഗോൾ സ്റ്റോൺസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇത് ഉണ്ടാവാനായിട്ട്. അപ്പോൾ നമ്മൾ പറയുക ചിലപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ചെറിയ സ്റ്റോൺസ് തന്നെ ചിലപ്പോൾ അതിന് ശേഷമുള്ള ഹോർമോണൽ ഇംബാലൻസ് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഒരു റിസ്ക് ഫാക്ടറാണ്. ആ സമയത്തുള്ള നമ്മുടെ ഹോർമോണൽ ബാലൻസ്, സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ ബാലൻസിൻ്റെ ചെറിയൊരു ചേഞ്ചസിൽ കാരണം നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിലും നമ്മൾ ഇതേപോലെ പിത്തസഞ്ചിയിൽ കല്ല് കാണാറുണ്ട്. നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, എൻ്റെ പേര് വിശാൽ എന്നാണ്, പാലക്കാട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വോമിറ്റിംഗ് ഉള്ള സെൻസേഷൻ ഒക്കെ വരും. വോമിറ്റിംഗ് സെൻസേഷൻ മാത്രമേ ഉള്ളൂ, അല്ല നമുക്ക് ഈ ഇതേ പറയുന്ന പോലെ വേറെ ഉണ്ടോ? പെയിൻ ഉണ്ടോ അല്ല വെറും വോമിറ്റിംഗ് ആണോ? പെയിൻ ഉണ്ടാവലുണ്ട് ഇടയ്ക്ക്. ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് വയറിന്റെ മോൾ ഭാഗത്തേക്കായിട്ടൊക്കെയാണോ വേദന വരിക? മോൾ ഭാഗത്താണ്. അത് കുറച്ച് റൈറ്റ് സൈഡിലേക്കാണോ അല്ല നേരെ നടുവിലാണോ? ഈ നെഞ്ചിനടുത്ത് തൊട്ട് താഴെയായിട്ടാണോ തോന്നാറ്? എരിച്ചിലായിട്ടാണോ കൂടുതൽ തോന്നാറ്? അല്ലല്ല, എരിച്ചിലാണ് കൂടുതൽ. ഓക്കെ, ഇത് ഒരു കോമൺ സിംറ്റം ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഇത് പിത്തസഞ്ചിയിലെ കല്ലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ വെരി അൺലൈക്ലി താങ്കളുടെ സിംറ്റം പിത്തസഞ്ചിയിലെ കല്ല് കാരണം വയസ്സ് എത്രയായിരുന്നു ഏകദേശം? 23 ഏജ് മെയിൽ, വെരി അൺലൈക്ലി ഇങ്ങനത്തെ ഒരു പിത്തസഞ്ചിയിലെ കല്ല് റിലേറ്റഡ് പ്രോബ്ലം ആവാനായിട്ട്. മോസ്റ്റ് കോമൺലി നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വല്ല ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും കാരണം നമ്മുടെ വായയിൽ പുണ്ണ് വരുന്നത് പോലെ തന്നെ ആമാശയത്തിലും ചെറുതായിട്ട് അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഷെഡായിട്ടുള്ള ചെറിയ ചെറിയ അൾസേഴ്സ് പോലെ എന്തെങ്കിലും വന്നതിൻ്റെ ആവണം ഇത് കേട്ടെടുത്തോളം. കാരണം വൊമിറ്റിംഗ് ഒരു പ്രൈമറിലി ഇതിൻ്റെ ഒരു സിംറ്റം അല്ല. എരിച്ചിലും ഈ പറഞ്ഞതുപോലെ കൂടുതലും ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് കുറച്ച് അന്നനാളത്തിലേക്ക് റിഫ്ലക്സ് ഡിസീസ് ഇങ്ങനെയൊക്കെ പറയുന്നതാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കൂടുതൽ. പിത്തസഞ്ചിയിലെ കല്ലാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവ്. ഡോക്ടർ, ഈ പിത്തസഞ്ചിയിലെ കല്ല് ഇപ്പോൾ നമ്മളിപ്പോൾ അത് കൺഫേം ചെയ്തു പിത്തസഞ്ചിയിലെ കല്ലാണ് എന്നത്, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇത് ഈ പറഞ്ഞ പോലെ പിത്തസഞ്ചിയിൽ കല്ലുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ അൾട്രാസൗണ്ട് എടുത്തു എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പെയിൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? അപ്പോൾ സിംറ്റമാണ് ഏറ്റവും നമ്മളെ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്ന് ഗൈഡ് ചെയ്യുക. ഇപ്പോൾ ആര് വന്നാലും നമ്മൾ പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ സിംറ്റം ഇല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഈ പറഞ്ഞതുപോലെ സിംറ്റം ഉണ്ട്, ഒരിക്കലെങ്കിലും ഇത് കാരണമുള്ള ഒരു സിംറ്റം വേദന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസിബിളി മഞ്ഞപ്പിത്തം, പാൻക്രിയാസിലെ നീര് ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോഴത്തെ സയൻറ്റിഫിക് എവിഡൻസ് വെച്ചിട്ട് നമുക്ക് പിത്തസഞ്ചി ആ കല്ലോടെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്.
പണ്ട് കാലങ്ങളിൽ നമ്മൾ പിത്തസഞ്ചി തുറന്ന് കല്ലുകൾ മാത്രം എടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിത്തസഞ്ചി ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈമറി കാരണമായിട്ട് നമുക്ക് തോന്നാറ്. അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കല്ലുകൾ വീണ്ടും റിക്കർ ചെയ്യുമായിരുന്നു, വീണ്ടും കല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് പിത്തസഞ്ചി കല്ലോടെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ അത് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അത് കീ ഹോൾ സർജറിയാണ്, കീ ഹോൾ സർജറി, റോബോട്ടിക് സർജറി, ഓപ്പൺ സർജറി എല്ലാം അതിൻ്റെ മൊഡാലിറ്റീസ് തന്നെയാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ. സാറേ, ഞാനേ എനിക്ക് പിത്തസഞ്ചിയിൽ കല്ല് 10 mm ആണ്. ആ, അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയുന്നതാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? അല്ല, ഡോക്ടറെ കണ്ടു, ഡോക്ടർ അതിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിട്ടുണ്ടാവണം. അത് തന്നെയാണ്. പ്രഗ്നൻസി എന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രഗ്നൻസീൻ്റെ സമയത്ത് ഇതില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ചെയ്തിട്ടില്ലെങ്കിൽ അതെ, ഇത് നമ്മൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല, ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, വേറൊരു സംശയം ചോദിക്കുക, ERCP ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ? ERCP എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതൊരു എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻ്റ് ആണ്. എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാൻജിയോ പാൻക്രിയാറ്റോഗ്രഫി എന്നതിന് പറയും, പാൻക്രിയാറ്റോഗ്രാം എന്ന് വേണം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക്കലി നമ്മൾ ഈ പിത്തസഞ്ചിയിലെ കല്ലല്ല, അത് പിത്തക്കുഴലിലെ കല്ല് ട്രീറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ സാധാരണ ആ ഒരു മൊഡാലിറ്റി യൂസ് ചെയ്യാറ്. അതൊരു ഡയഗ്നോസ്റ്റിക്കുമാണ്, എന്ന് വെച്ചാൽ അസുഖം കണ്ടുപിടിക്കാനും സഹായിക്കും ആ ടെസ്റ്റ്. അതുവഴി നമുക്ക് ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മൊഡാലിറ്റി സാധാരണ എൻഡോസ്കോപ്പിസ്റ്റ്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിത്തസഞ്ചിയിലെ കല്ലുകൾ പിത്തസഞ്ചിയിൽ മാത്രമല്ലാണ്ട് അത് താഴത്തേക്ക് പിത്തക്കുടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിത്തത്തിൽ ഇൻഫെക്ഷനും മഞ്ഞപ്പിത്തം നമുക്ക് വരാനുള്ള പോസിബിലിറ്റി ഇതൊക്കെ ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ERC ചെയ്തിട്ട് നമ്മൾ പിത്തക്കുടലിലേക്ക് നമ്മൾ കുടൽ വഴി കയറും. കുടൽ വഴി എത്തി നമ്മൾ ആ വഴി കണ്ടുപിടിച്ച് കുഴലിലേക്ക് കയറി അവിടുന്ന് കല്ല് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രൊസീജിയർ. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ ERCPക്കുള്ള റിലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തക്കുഴലിലെ കല്ലുകൾ റിമൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി. നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, ജിദ്ദയിൽ നിന്ന് അലി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ അലി, പറയൂ. ഹലോ, ഞാൻ ജിദ്ദയിൽ നിന്നാണ്. എനിക്ക് മൂത്രം ഇങ്ങനെ കൂടെ പോയിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു നാട്ടിൽ നിന്ന്, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ. അപ്പൊ സ്കാൻ ചെയ്തപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞത് പിത്തസഞ്ചിയിൽ കല്ലുണ്ട് എന്നാണ് പറഞ്ഞത്. 2 മാസം ഗുളിക തന്നിരുന്നു. അപ്പൊ ആ ഗുളിക കഴിച്ചപ്പോ ഇവിടെ ജിദ്ദയിലാണ് ഉള്ളത്. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എന്നോടൊരു കൊഴുപ്പ് ഒഴിവാക്കിയാൽ മതി എന്നാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല, ഈ പറഞ്ഞ പോലെ ഇതൊരു കോമൺ സിനാരിയോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടിപ്പിക്കലായിട്ട് വന്നിരുന്ന പിത്തസഞ്ചിയിലെ കല്ല് കണ്ടുപിടിച്ചു. കാരണം വേറൊരു ആവശ്യത്തിന് അൾട്രാസൗണ്ട് ചെയ്തു, പിത്തസഞ്ചിയിൽ കല്ല് കണ്ടുപിടിച്ചു. പക്ഷേ അലിക്ക് അതുമായിട്ടുള്ള യാതൊരു സിംറ്റമും ഇല്ല, വേദനയും പറഞ്ഞില്ല അല്ലേ? അലിക്ക് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് കാരണം വേദന കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യാതൊരു സിംറ്റം ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലുണ്ട്, പക്ഷേ ഒരാൾക്ക് സിംറ്റം ഇല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും സിംറ്റം എന്ന് വെച്ചാൽ അടുത്തൊരു 10 വർഷത്തിൽ സിംറ്റം വരാനുള്ളൊരു പോസിബിലിറ്റി 10%. എല്ലാ 10 ഇയേഴ്സും കൂടി ഇനി ഓരോ 10 വർഷം കൂടുമ്പോൾ ഓരോരോ സിംറ്റം വരാനുള്ള പോസിബിലിറ്റി, ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള പോസിബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 10 വർഷത്തിൽ ഒരു 10% പോസിബിലിറ്റി ഉണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാവാൻ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളൊരു സർജറിയിലേക്ക് ഒരാളെ അഡ്വൈസ് ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് അലിക്ക് ഇതിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. അലിക്ക് ഇതുവരെ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ ഇനിയും സിംറ്റം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി റെയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിൽ 10% പോസിബിലിറ്റിയേ ഉള്ളൂ എന്തെങ്കിലും വരാനായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, ഗുളികകളും ആവശ്യമില്ല എന്നേ പറയാം. നമുക്കൊരു കോളറോടെ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ, എൻ്റെ പേര് ലിജില. എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ USG സ്കാൻ ചെയ്തതാണ്. അപ്പോഴാണ് ഇതിൽ ഗോഡ്ജറ്റ് സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് സർജറി വേണമെന്നാണ് പറഞ്ഞത്. അല്ല, വേറെ ആവശ്യത്തിന് പറയുമ്പോൾ വയറുവേദനയായിട്ട് എന്തെങ്കിലും ആയിരുന്നോ? എന്തെങ്കിലും വയറുവേദന? യൂട്രസിന്റെ ഇതായിരുന്നു ആയിരുന്നു. ഇത് കേട്ടിട്ട് ഇപ്പൊ രചനയ്ക്ക് എന്തായാലും പെയിൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതായിട്ടുള്ള സിംറ്റം എപ്പോഴെങ്കിലും മഞ്ഞപ്പിത്തം പോലെ എങ്ങാനും വരുമോ? അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും വയറുവേദനയായിട്ടോ ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നിട്ടുള്ള രീതികളായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ?
ചെറുതായിട്ടൊരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഒരു ഹെവി പെയിൻ ആയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇത് 22x15 mm കാണിക്കുന്നത്. 22 എന്ന് വെച്ചാൽ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. സൈസ് നമ്മൾ ഒരിക്കലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. സാധാരണ ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സൈസിനൊരു ക്രൈറ്റീരിയ അല്ല. അതൊന്നും വളരെ റെയർ ആയിട്ട് ചില ആൾക്കാർ ചില കൺട്രീസിലൊക്കെ 3 സെൻറ്റിമീറ്റേഴ്സിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് വേരിയബിൾ ആണ്, നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. നമ്മുടെ പ്രാക്ടീസ് അങ്ങനെയല്ല. ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ വേറെ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് ഡോക്ടറിന് കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ പിത്തസഞ്ചിയിലെ വാള് തടിച്ചിരിക്കുന്നു, പണ്ട് ഇതിൽ എന്തോ ഒരു ചെറിയ എന്ന് വെച്ചാൽ വേദനയൊന്നും ഇല്ലാണ്ട് തന്നെ ചിലപ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ അതിൽ വന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ ഡോക്ടർ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അതങ്ങനെ ചെയ്യണം നിർബന്ധമല്ല ഡോക്ടർ. ഇതുവരെ ഒരു പെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറോട് ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. ഇതിലിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി കാണാത്തോ അൾട്രാസൗണ്ട് കാണാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സിംറ്റം വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഓപ്പറേഷൻ വേണ്ടി വരാൻ സാധ്യത കുറവാണ്. അതെ, ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. വളരെ നന്ദി വിളിച്ചതിന്. ഒരു കോളർ കൂടി ഉണ്ട്, നമുക്ക് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഹലോ, ഞാൻ സുബ്രഹ്മണ്യം ഫ്രം ആലുവ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ സുബ്രഹ്മണ്യൻ. ഞാൻ ഡ്രൈവറാണേ. ഓ, ഞാനിങ്ങനെ കുറെ സമയം ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വയറങ്ങോട്ട് വീർത്ത് വരും. പിന്നെ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പുളിപ്പോ മറ്റുള്ള സാധനങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ നെഞ്ചരിച്ചില് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ളത് എനിക്ക് ഞാനൊരു ഈ ഇത് ചെയ്തായിരുന്നു, എക്കോസ്കോപ്പ് ചെയ്തായിരുന്നു, എൻഡോസ്കോപ്പി അനസ്തേഷ്യ ചെയ്തായിരുന്നു ഒരു 3-4 വർഷം മുമ്പ്. എന്തിനാ എൻഡോസ്കോപ്പി ചെയ്ത്? എന്റെ ഒരു പല്ല് പ്ലാസ്റ്റിക് ആയിരുന്നേ. ഇത് അപ്പൊ വെള്ളം കുടിച്ചപ്പോ അത് തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെ പ്രശ്നമായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ചെയ്തായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തിട്ട് എടുക്കേണ്ടി വന്നിരുന്നു അതിന് അല്ലേ? എടുക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഇങ്ങനെ ശ്വാസതടസ്സം, പിന്നെ കുറെ നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ വയറ് വീർത്തു വരാ, പിന്നെ അപ്പൊ ശ്വാസതടസ്സം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഇത് സുബ്രഹ്മണ്യൻ്റെ കംപ്ലയിൻസ് കേട്ടിട്ടും പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. ഇത് നമ്മൾ വേഗമായിട്ട് നമ്മളിതിന് ഡിസ്പെപ്സിക് സിംറ്റംസ് എന്ന് പറയുന്നത് വെച്ചാൽ പല സിംറ്റമാണിത്. എന്ന് വെച്ചാൽ വയറ് വീർത്ത് വരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ വയറിലുള്ള ഗേഷ്യസ് ബ്ലോട്ടിങ് ഈ സിംറ്റം ഒക്കെയാണ്. കുറച്ച് റിഫ്ലക്സ് ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൽ ഇപ്പോൾ ഈ നേരത്തെ ഒരു കോളർ വിളിച്ചപ്പോൾ പറഞ്ഞ സിംറ്റം ഒക്കെ തന്നെ ഗാസ്ട്രൈറ്റിസ് പോലത്തെ ഒരു സിംറ്റമാണ് സുബ്രഹ്മണ്യൻ തോന്നുന്നത്. ഇതിന് കൂടുതൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് മരുന്ന് കഴിച്ച് നോക്കേണ്ടി വരും. മരുന്ന് കഴിച്ചിട്ടും സിംറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻഡോസ്കോപ്പി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ നോക്കേണ്ടി വന്നേക്കാം. അങ്ങനെ അല്ലാണ്ട് ഒരു അൾട്രാസൗണ്ട് എടുക്കാനോ പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ ഒരു പോസിബിലിറ്റി ആവാനോ സുബ്രഹ്മണ്യന് പോസിബിലിറ്റി ഉണ്ടാവാൻ വളരെ കുറവ്. അത് ഇതുമായി ബന്ധവുമില്ല. എന്തായാലും ഡോക്ടർ, വേറൊരു സംശയം. ഇപ്പോൾ എല്ലാവർക്കും ഈ പിത്തസഞ്ചി റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു സജഷൻ ഡോക്ടർമാർ വെക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ശരീരത്തിലൊരു അവയവം തന്നെയാണല്ലോ ഈ പിത്തസഞ്ചി എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്തത് കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ പറഞ്ഞതുപോലെ പിത്തസഞ്ചിയിൽ കല്ല് കാരണം നമ്മുടെ ബോഡിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കാരണം ഒരിക്കലെങ്കിലും പിത്തസഞ്ചിയിൽ കല്ല് കാരണം വേദന ഉണ്ടെങ്കിൽ ഫെർദർ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി 80% ആണ്. അത് മൾട്ടിപ്പിൾ സ്പെക്ട്രമാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ പിത്തസഞ്ചിയിൽ നീര് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമാവാം, ചിലപ്പോൾ അതിൽ പഴുപ്പാവാം, ചിലപ്പോൾ പിത്തസഞ്ചി പൊട്ടിയിട്ട് ലിവറിൽ പഴുപ്പാവാം, അത് പൊട്ടിയിട്ട് വയറ് നിറച്ച് പഴുപ്പാവാം, ഇല്ലെങ്കിൽ പാൻക്രിയാസിലേക്ക് വരാം. പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു സ്പെക്ട്രം ഓഫ് അസുഖങ്ങളാണ്. വളരെ മോശമായിട്ട് ആൾക്കാർ ചിലപ്പോൾ മരണപ്പെട്ട് പോകാൻ വരെ പോസിബിലിറ്റിയുള്ള അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോംപ്ലിക്കേഷൻസ് മുന്നിൽ കണ്ട് നമുക്ക് പിത്തസഞ്ചി റിമൂവ് ചെയ്യുക എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ലോങ് ടേം സീക്വൽ വളരെ ഒരു നമ്മുടെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വളരെ നമുക്ക് ബെനിഫിറ്റാണ് കൂടുതൽ റിസ്ക്സിനെ കാട്ടും. അതുകൊണ്ടാണ് ഇത് സിംറ്റമാറ്റിക് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയുന്നത്. ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ ഒരു 5 to 10% ആൾക്കാർക്ക് കുറച്ച് ലോങ് ടേം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അതിന് നമ്മൾ ഈ പോസ്റ്റ് കോളസിസ്റ്റെക്ടമി സിൻഡ്രോം എന്ന് നമ്മളതിന് ലേബിൾ ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആൾക്കാർക്ക് വേദനയായിട്ട് തന്നെ ചിലപ്പോൾ ഈ വേദന മാറിയില്ല എന്ന് പറയും. ചില ആൾക്കാർ കുറച്ച് എരിച്ചിലുണ്ട് എന്ന് പറയാം, ചിലപ്പോൾ ഈ പിത്തം വായിലേക്ക് തേട്ടി വരുന്നു എന്ന് പറയും, കുറച്ച് ഡയറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കാനുള്ളൊരു പോസിബിലിറ്റി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചന്ദ്രൻ, ഞാൻ പാലക്കാട് നിന്നാണ്. ചന്ദ്രൻ പറയൂ. സാർ, ഞാൻ പാലക്കാട് നിന്ന് രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓ, ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ സാറ് ഓൾറെഡി ഇപ്പൊ ഒരു പിത്തസഞ്ചിയിലെ കല്ലായിട്ട് ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഓ,
PK ദാസ് ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിഞ്ഞത്, ഒറ്റപ്പാലം ആ മാനന്തവാടി. PK ദാസ്. ആ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു വയറുവേദനയാണ് ഈ വരിയലിന് താഴെ വന്നത്, റൈറ്റ് സൈഡ്. എന്നിട്ട് അപ്പൊ ഞാൻ കല്ലിൽ ഒരു സ്കാനിങ് എടുത്ത് നോക്കിയ സമയത്ത് 3 mm മുതൽ 12 mm വരെ ഇത് കല്ലുണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെ കല്ലുണ്ടെന്ന് പറഞ്ഞു. അവര് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അവര് ലാസ്റ്റ് ഇതിന് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമില്ലെന്നോ. ഓക്കെ. അപ്പൊ സാറേ ഇത് അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് വേദനകളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും നമുക്ക് സാധാരണ നോർമലി ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്ക് ഇത് എത്രത്തോളം നമുക്കിത് ഓപ്പറേഷൻ കഴിഞ്ഞ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഒരു ആശയക്കുഴപ്പമാണ്. അപ്പൊ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ. ഇതിപ്പോ കഴിഞ്ഞിട്ട് എത്ര നാളായി ചന്ദ്രൻ? ഇത് കഴിഞ്ഞിട്ട് സാറേ ഏകദേശം 1 മാസം. 1 മാസം. ഓക്കെ. നമ്മൾ ഇതിപ്പോ ഈ നോർമലി ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഒരു കീ ഹോൾ സർജറി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. ഇപ്പൊ കോമൺലി കീ ഹോൾ ആണ്, ഓപ്പൺ പ്രൊസീജിയർ ഇത് വളരെ റെയർ ആയിട്ടാണ്. കീ ഹോൾ സർജറിന്റെ അഡ്വാൻറ്റേജ് തന്നെ ഫാസ്റ്റർ റിക്കവറി എന്ന ഉദ്ദേശം തന്നെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ കുറവായിരിക്കും, പെട്ടെന്ന് റിക്കവറി ബെറ്റർ. വൂണ്ട് ചെറുതാണ്, വൂണ്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റെസ്റ്റ് ഒന്നും അഡ്വൈസ് ചെയ്യാറില്ല. വെയിറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു 1 വീക്കിനോളം ആ വൂണ്ടിൻ്റെ പ്രോപ്പർ ഹീലിങ്ങിന് വേണ്ടി മാത്രം അഡ്വൈസ് ചെയ്യും. അപ്പോൾ നോർമൽ ആക്ടിവിറ്റീസ് 1 മന്ത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ സാധാരണ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ പറയും. ഒരു കുഴപ്പമില്ലാണ്ട് ഡിസ്ചാർജ്. സാധാരണ ഇതൊരു ഡേ കെയർ ആയിട്ടും ചെയ്യുന്ന സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ രാവിലെ വരുന്നു, പേഷ്യൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നു, അന്ന് വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ആവുന്നു, അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന രീതിയിലുള്ള. ഞാനിത് ഓൾറെഡി നന്നായിട്ട് ഭക്ഷണവും നന്നായി വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണ്. ഓ, നന്നായി ഭക്ഷണം കഴിക്കും, നന്നായി വെള്ളവും കുടിക്കും. ഓക്കെ. പക്ഷെ അമിതമായിട്ട് ഞാൻ നോൺ വെജോ അങ്ങനെ കഴിക്കുന്ന ആളല്ല, മദ്യപാനിയില്ല. എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായി. അല്ല, ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. നമുക്കിപ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിൽ ബ്ലഡിൽ കൂടിയിട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇതിൽ കൊളസ്ട്രോൾ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ആ ഭക്ഷണത്തിൽ കുറച്ച് കൊഴുപ്പുണ്ടാവും. നമ്മൾ ആ വിഷയം നേരത്തെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സമയക്കുറവുണ്ട് ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പിത്തസഞ്ചിയിലെ കല്ല് എന്ന വിഷയമാണെന്ന് നമ്മൾ ഡോക്ടർ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇത്രയും നേരം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഡോക്ടർ അഭിഷേക് രാജനാണ്, ആസ്റ്റർ മിംസ് കോഴിക്കോട് ഹോസ്പിറ്റലിലെ ഗാസ്ട്രോൻട്രോളജിസ്റ്റ്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും അധികം സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.